എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇന്ന് മാതാവിനെക്കുറിച്ച് കുറച്ച് നേരം നമുക്ക് ധ്യാനിക്കാം. നിങ്ങളിൽ ഇപ്പോൾ പ്രാർത്ഥനയിൽ ഏറ്റവും മടി തോന്നുന്നവരാണോ നിങ്ങളെല്ലാവരും? നിങ്ങളിൽ പകുതി പേരും ഇത് കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥനയിൽ ഒരു മടി തോന്നുന്നവരാണെങ്കിൽ അതെല്ലാം മാതാവിനോടും ഈശോയോടും തുറന്നു പറഞ്ഞത് ഉറപ്പായിട്ടും നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങുക. കാരണം നമ്മളെപ്പോൾ പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് താളം തെറ്റുന്നോ അപ്പോൾ നമ്മുടെ ജീവിതവും താളം തെറ്റും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മാതാവിനോടും ഈശോയോടും ക്ഷമ ചോദിച്ചിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ വലുതാണ്. പ്രാർത്ഥനയോട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ അനുഗ്രഹവും. അതുകൊണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. എനിക്കെൻ്റെ അമ്മ തരും, എനിക്കെൻ്റെ ഈശോ തന്നിരിക്കും. നിങ്ങൾ ആരും പറയുന്നത് ഞാൻ കേൾക്കുകയില്ല. എൻ്റെ ഈശോ എനിക്ക് തരുന്നുണ്ട്, എൻ്റെ ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട് എന്ന് പറയണം. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ചോദിച്ച് വാങ്ങണം. നമ്മുടെ ഈശോയോടും മാതാവിനോടും നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ചോദിച്ച് വാങ്ങണം. പിന്നെ ഒരു കാര്യം, എനിക്ക് കുറേ കമൻസ് വരുന്നുണ്ട്. മാതാവിനെ ഓരോരുത്തർക്കും ഉള്ള ബുദ്ധിമുട്ടുകളും ഓരോരുത്തരുടെ നിയോഗങ്ങളും എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഈ കമൻ്റ് ഇടുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ താഴെ കമൻ്റ് ഇടുന്ന നിങ്ങളുടെ ആവശ്യം പറഞ്ഞത് നിങ്ങൾ കമൻ്റ് ഇടുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വചനം എടുത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആ വചനം നിങ്ങളുടെ പേരിൽ ആണെങ്കിൽ ആ വചനം ഞാൻ കാണിച്ച് അടുത്തൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കാരണം ഞാൻ ഇതുവരെയുള്ള നിങ്ങളുടെ എല്ലാ കമൻസും ഞാൻ വായിച്ച് നിങ്ങൾക്ക് റിപ്ലൈയും തരാറുണ്ട്. ആ ഒപ്പം തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് വീണ്ടും വരാം. ബൈ.